മണികൾ മുഴങ്ങിടുമേ സമയമിതാ. തെളിഞ്ഞിടുമേ നിമിഷമിതാ. അണയാം ബലിവേദിയിൽ നുകരാം തിരുമൊഴികൾ ഒരു മനമായി അർപ്പിക്കാം ഈ ദിവ്യബലി. അണയോ പ്രിയ സുതരേ, ഉണരൂ പ്രിയജനമേ. അണയോ പ്രിയ സുതരേ, ഉണരൂ പ്രിയജനമേ. സമയം ആഗതമായി നാഥനെ വരവേൽക്കാൻ. സമയം ആഗതമായി നാഥനെ വരവേൽക്കാൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം പ്രകടമാകുന്ന ദിവ്യയാഗം അർപ്പിക്കുവാനായിട്ടാണ് ഈ ദേവാലയത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങൾ വിശുദ്ധമാക്കുവാനായിട്ട് യേശുനാഥൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ബാഹ്യമായ ആചാരങ്ങളെല്ലാം ആന്തരികമായ ശുദ്ധിയാണ്, വിശുദ്ധിയാണ് നമുക്ക് ആവശ്യമെന്ന് യേശുനാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് വിരോധമോ വെറുപ്പോ ഉണ്ടെങ്കിൽ അവയൊക്കെ മാറ്റുവാനായിട്ട്, നമ്മുടെ സഹോദരങ്ങളോടൊക്കെ സ്നേഹപൂർവ്വം പെരുമാറുവാനായിട്ടുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന സമൂഹത്തിൽ കൂടുതൽ നന്മ വിതയ്ക്കുവാനായിട്ട്, വെളിച്ചമുള്ളവരായി തീരുവാനായിട്ട്, വെളിച്ചം പകരുന്നവരായി തീരുവാനായിട്ടുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കാം. ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലെ എല്ലാ മക്കളെയും എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും ഈ വിശുദ്ധമായ ജീവിതപാതയിൽ ശക്തമായി നയിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിവ്യബലിയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ.
ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനെ. സർവേകശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാ ദേവസൂനുവേ, കർത്താവം ശ്രീയേശുക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സോനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണി ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാഥനൻ, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ബലവാനായ ദൈവമേ, നന്മയായ സകലതും അങ്ങയുടേതാണല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ നാമത്തോടുള്ള സ്നേഹം നിറയ്ക്കണമേ. ആധ്യാത്മിക വളർച്ചയാൽ നല്ലവയെല്ലാം ഞങ്ങളിൽ പരിപോഷിപ്പിക്കുവാനും പരിപോഷിപ്പിച്ചവ ജാഗ്രതയോടെയുള്ള പഠനത്താൽ കാത്തുപാലിക്കുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി
പ്രാർത്ഥന കേട്ടരുളേണമേ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നും മോശ ജനങ്ങളോട് പറഞ്ഞു, ഇസ്രായേലെ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ. ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകളയുകയോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ, അവയനുസരിച്ച് പ്രവർത്തിക്കുവിൻ. എന്തെന്നാൽ അത് മറ്റ് ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും. അവർ ഈ കൽപ്പനകളെപ്പറ്റി കേൾക്കുമ്പോൾ, മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകവും ഉള്ളവർ തന്നെ എന്ന് പറയും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന നിയമസംഹിതയിലേതുപോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്? കർത്താവിൻ്റെ വചനം. സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ, കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്ന്, എൻ്റെ വത്സല സഹോദരരെ, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. തൻ്റെ സൃഷ്ടികളിൽ ആദ്യഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി. നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനം വിനയപൂർവം സ്വീകരിക്കുവിൻ. നിങ്ങൾ വചനം മാത്രം കേൾക്കുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കുവിൻ. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധരും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തൻ്റെ സൃഷ്ടികളിൽ ആദ്യഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഏഴാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഫരിസേയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസേയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്തു നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല.
കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരിസേയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത്? അവൻ പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു. മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സ്നേഹമുള്ളവരെ, നമുക്കറിയാം, ഓരോ വിശ്വാസ സമൂഹത്തിനും ദൈവിക നിയമങ്ങളുണ്ട്, സമൂഹത്തിൻ്റെ നിയമങ്ങളുണ്ട്, മാനുഷിക പാരമ്പര്യങ്ങളുണ്ട്. നമ്മുടെ ഓരോ കുടുംബത്തിന് തന്നെ ഓരോ സംസ്കാരമുണ്ട്, ഓരോ കുടുംബത്തിനും ഓരോ ആചാരങ്ങളുണ്ട്. നമ്മുടെ പ്രകൃതിക്ക് തന്നെ നിയമങ്ങളുണ്ട്, പ്രകൃതി നിയമങ്ങൾ. നമുക്കിതെല്ലാം ആവശ്യമാണ്, ഇവയെല്ലാം നിറവേറ്റേണ്ടതാണ്. എന്നാൽ പാരമ്പര്യങ്ങളും ആചാരങ്ങളും മനുഷ്യനെ ബന്ധനത്തിലാക്കരുത്. ചില ആചാരങ്ങളുടെ പേരിൽ, ചില പാരമ്പര്യങ്ങളുടെ പേരിൽ ആരെയും പുറത്താക്കാൻ പാടില്ല. ചിലപ്പോഴൊക്കെ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ വിമർശിക്കുന്നത് ഈ പാരമ്പര്യത്തിൻ്റെയും ആചാരത്തിൻ്റെയും പേരിലായിരിക്കും. യഹൂദ നിയമത്തിൽ 613 നിയമങ്ങളുണ്ട്. 365 ദിവസങ്ങൾ പോലെ നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്ന നിയമങ്ങളും അരുതെന്ന് പറയുന്ന 365 നിയമങ്ങളും, മനുഷ്യ ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെ 248 നിയമങ്ങൾ നിങ്ങളിത് ചെയ്യണം എന്ന് പറയുന്ന നിയമങ്ങളും, അങ്ങനെ രണ്ടും കൂടി കൂട്ടി 613 നിയമങ്ങളുണ്ട്. നമ്മുടെ യോഗശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ശില എന്ന പോലെ പറയുന്ന 10 കൽപ്പന പറയുന്നത് യമവും നിയമവുമാണ്. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞതാണ്. യമം എന്ന് പറഞ്ഞാൽ അഹിംസ സത്യമസ്തേയ ബ്രഹ്മചര്യ പരിഗ്രഹായ എന്ന് പറഞ്ഞാൽ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ ഹിംസിക്കാതിരിക്കുക, സത്യം പറയുക, മോഷ്ടിക്കാതിരിക്കുക, ബ്രഹ്മചര്യത്തിൽ നടക്കുക, മറ്റൊന്നും തന്നെ നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക. വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇവ ചെയ്യുമ്പോഴാണ് യമങ്ങളാകുന്നത്. ഇനി നിയമങ്ങൾ പറയുന്നത് ശൗചസന്തോഷ തപ സ്വാദായേശ്വര പ്രണിധാനാനി നിയമ. ശൗചം, ശുചി ചെയ്യുക, ശരീരത്തിൻ്റെ നമ്മുടെ പെരുമാറ്റത്തിൻ്റെ ശുചി. സന്തോഷം, മനസ്സിനുള്ള സന്തോഷങ്ങൾ, ഉള്ളിൽ നന്മ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള സന്തോഷം. തപസ്സാണ്. ഓരോ കാര്യം ഏറ്റെടുക്കുന്ന കാര്യം അത് നിറവേറ്റുവാനായിട്ട് പരിശ്രമിക്കുന്നത്, അത് തപസ് പോലെ ആക്കുക. സ്വാധ്യായം, ഓരോ ദിവസവും നമ്മെ തന്നെ ഒന്ന് മനനം ചെയ്യുക. എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നെ തന്നെ ഞാനൊന്ന് വിശകലനം ചെയ്യുക. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ? ഈശ്വര പ്രണിധാനം. എന്ത് കാര്യം ചെയ്യുമ്പോഴും
ദൈവത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുക. നമ്മുടെ ക്രൈസ്തവരെ സംബന്ധിച്ച് നമുക്ക് 10 ദൈവകൽപ്പനകളും 5 തിരുസഭയുടെ കൽപ്പനകളുമുണ്ട്. ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഈ നിയമങ്ങളെല്ലാം തന്നെ നമുക്കറിയാവുന്നതാണ്. നമ്മൾ ഈ കൽപ്പനകളും നിയമങ്ങളും ഒക്കെ നമ്മൾ പാലിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്, വിധിക്കപ്പെട്ടവരാണ്. നാം ചെയ്യുന്ന ഓരോ ചെറിയ ആചാരങ്ങൾക്ക് പോലും അർത്ഥമുണ്ട്. ഞാൻ ഇന്നാൾ കഴിഞ്ഞ തവണ നിങ്ങളോട് പറഞ്ഞു, സ്വർഗത്തിൽ വാഴും എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ അത് വൈദികൻ മാത്രമാണ് കൈ ഇങ്ങനെ പിടിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് അസ്വസ്ഥതയുണ്ടായി. എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് കൈപിടിച്ചാൽ? കാരണം കരിസ്മാറ്റിക്കിൻ്റെ വളരെ ശക്തമായ ഒരു സമയത്ത് എല്ലാവരും കൈപിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഇതെന്തുകൊണ്ട് മാത്രം വൈദികർ മാത്രം ചെയ്യുന്നു? ചില പ്രാർത്ഥനകൾ വൈദികർ കൈപിടിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട്, പക്ഷെ അതിന് അർത്ഥമുണ്ട്. വൈദികൻ മറ്റുള്ളവരുടെ മുന്നിൽ എല്ലാവർക്കും വേണ്ടി നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോഴെല്ലാവരിൽ നിന്നും മുന്നിൽ നിൽക്കുകയല്ല, മറ്റുള്ളവരെല്ലാം ഒരുമിച്ച് നിൽക്കുക. പണ്ട് ഒരു സന്യാസി ഒരു പൂച്ചയെ കെട്ടിയ ഒരു ചെറിയ കഥയുണ്ട്. താൻ ആചാരം പൂജ ചെയ്യുന്നതിന് മുൻപ് ഒരു പൂച്ചയെ കെട്ടിയിടുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് കാര്യം മനസ്സിലായില്ല. പിന്നീട് ചരിത്രമെടുത്ത് നോക്കിയപ്പോഴാണ് മുൻപത്തെ സന്യാസി പൂജ ചെയ്യാനായിട്ട് ആചാരം ചെയ്യാനായിട്ട് പോകുമ്പോൾ ഒരു പൂച്ച വന്ന് ശല്യപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ട് ആ പൂച്ചയെ കെട്ടിയിടുന്ന ഒരു ശീലം. പക്ഷേ ഈ സന്യാസി വിചാരിച്ചത് ഇത് ആചാരത്തിൻ്റെ ഭാഗമാണെന്ന്. അപ്പോൾ നമ്മുടെ ആചാരങ്ങൾക്കൊക്കെ അർത്ഥമില്ലാതെ ആയി പോകരുത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്നത്തെ വായനയിലേക്ക് കടക്കുമ്പോൾ വളരെ ശക്തമായ ചിന്തകളാണ് ഓരോ വായനയും നമുക്ക് നൽകുന്നത്. നമ്മളിന്ന് ആദ്യത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നു, ഇസ്രായേലിന് ഉള്ള ദൈവത്തെക്കുറിച്ചുള്ള എത്ര നല്ല സ്നേഹമുള്ള ഒരു ദൈവമാണ് ഇസ്രായേലിനുള്ളതെന്ന് ശക്തമായിട്ട് പറയുകയാണ്. ദൈവം കൊണ്ടു നടക്കുകയാണ് മനുഷ്യരെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തോടുള്ള സ്നേഹം കാണിക്കണമെന്ന് നിങ്ങൾ മറ്റൊന്നും തന്നെ ചിന്തിക്കാൻ അവകാശമില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുക. ഇസ്രായേൽ ജനത്തോട് പറയുന്ന വാക്കിതാണ്, ക്ഷമ ഇസ്രായേൽ, കേൾക്കുക ഇസ്രായേൽ ജനമേ, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റാരും ഉണ്ടാകരുത്. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുക. നമ്മളിന്ന് യാക്കോബ് ശ്ലീഹായുടെ വായനയിൽ വളരെ വിപ്ലവകരമായ ചിന്തയാണ് എപ്പോഴും യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പറയുക. യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അതര വ്യാപാരങ്ങളല്ല. യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. മറ്റു മനുഷ്യരോടുള്ള പെരുമാറ്റത്തിൽ ആർക്കൊക്കെയാണ് ബുദ്ധിമുട്ടുള്ള അവരെയൊക്കെ കണ്ടെത്തിക്കൊണ്ട് അവരെ സഹായിക്കുക. തൻ്റെ ജീവിതത്തിൽ ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. അപ്പോൾ 2 കാര്യങ്ങളാണ്. പാവപ്പെട്ടവരും പീഡ അനുഭവിക്കുന്നവരും ദുരിതം അനുഭവിക്കുന്നവരുടെയൊക്കെ സഹായത്തിനെത്തുക, തന്നെ പാപമേൽക്കാതെ കളങ്കമേൽക്കാതെ സംരക്ഷിക്കുക. സുവിശേഷത്തിൽ യേശു ശക്തമായി പറയുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത്. ശിഷ്യന്മാരെ വിമർശിക്കുന്നത് അവർ കൈ കഴുകിയില്ല, കൈ വൃത്തിയില്ല എന്നല്ല, ആചാരവെടി വെച്ചില്ല എന്നുള്ളതാണ്. കൈ കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നമ്മൾ കൈ കഴുകാറുണ്ട്. പക്ഷേ ഈ ഫരിസേയുടെ ആചാരത്തിന് മുൻപ് എത്ര ഭക്ഷണമുണ്ടോ ആ ഭക്ഷണങ്ങൾക്ക് അതിനിടയ്ക്കൊക്കെ കൈ കഴുകിക്കൊണ്ടിരിക്കും. കൈ കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോപ്പിട്ട് കൈ കഴുകുന്നത് പോലെയല്ല, ചിലപ്പോൾ ഇത്ര മാത്രം വെള്ളത്തിൽ കൈ മുക്കിപ്പിടിക്കണം എന്നൊക്കെയുണ്ട്. ഈ ആചാരങ്ങൾക്കെതിരെയാണ് കർത്താവ് പറയുന്നത്. ബാഹ്യമായ ആചാരങ്ങളല്ല, ആന്തരികമായ ഒരു വിശുദ്ധിയാണ് ആവശ്യം. ഈ ആന്തരികമായ വിശുദ്ധിക്ക് വേണ്ടി യേശുനാഥൻ പറയുന്നുണ്ട് ഹൃദയത്തിലുണ്ടായിരിക്കേണ്ടത്, ഹൃദയത്തിലുള്ള തിന്മകൾ മാറ്റേണ്ട 13 തിന്മകളെക്കുറിച്ച് പറയുന്നുണ്ട്. ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുപോലെയുള്ള ചിന്തകളുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള തിന്മകളുണ്ടെങ്കിൽ അവയൊക്കെ മാറ്റുകയാണ്
കൈ കഴുകുന്നതിനേക്കാളും ബാഹ്യമായ ആചാരങ്ങളെക്കാളും വളരെ പ്രധാനപ്പെട്ടതെന്ന് യേശുനാഥൻ പങ്ക്യന്തരേണ അവതരിപ്പിക്കുന്നു. കോവിഡ് മഹാമാരി ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. വളരെ ഭംഗിയുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാസ്ക് ധരിക്കുക, അകലം പാലിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, കൈ ഇടയ്ക്കിടയ്ക്ക് കഴുകുക. നമുക്ക് ഈ 4 കാര്യങ്ങൾക്ക് മറ്റ് അർത്ഥം കണ്ടെത്താൻ പറ്റും. മാസ്ക് ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അൺമാസ്ക് യുവർ സെൽഫ്, നിങ്ങളുടെ മുഖം മൂടിയൊക്കെ മാറ്റുക. നമ്മൾ ആരാണ് ആയിരിക്കുന്നത്, ആയിരിക്കുന്ന വ്യക്തി ആയിരിക്കുക. ഈ കൊറോണ കാലത്ത് നമ്മൾ ഓർക്കുക, ഞാൻ ആരാണ്, ഞാൻ എങ്ങനെയാണ് ആയിരിക്കേണ്ടത്. അപ്പോൾ അൺമാസ്ക് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുള്ള വ്യക്തിത്വം, ശരിയായ വ്യക്തിത്വം പുറത്തെടുക്കുക. നിങ്ങൾ അകലം പാലിക്കാൻ പറയുമ്പോൾ മറ്റുള്ളവരോട് കരുതൽ കാണിക്കുക. നിങ്ങൾ അകലം പാലിക്കണം, പക്ഷേ മറ്റുള്ളവരെ അകറ്റി നിർത്തുകയല്ല, അവരോട് അടുപ്പം കാണിക്കുക, ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം കാണിക്കുക. സാനിറ്റൈസർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യമായ ശുദ്ധിയേക്കാൾ ഉപരിയായിട്ട് ആത്മീയമായ ശുദ്ധിയുള്ളവരായിരിക്കുക. ഇടയ്ക്കിടെ കൈ കഴുകുക എന്ന് പറയുന്നത് ഇടയ്ക്കിടെ മനസ്സിലേക്ക് ആത്മപരിശോധന നടത്തുക. ഞാൻ എത്രമാത്രം വളരാനുണ്ട്, ആത്മീയ ജീവിതത്തിലേക്ക് എത്രമാത്രം വളരാനുണ്ട്. 2 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്ത വേണം: മതാത്മകതയും ആധ്യാത്മികതയും. നമ്മൾ ചിലപ്പോൾ വലിയ മതവിശ്വാസിയായിരിക്കാം, പക്ഷേ നമ്മൾ ആത്മീയത ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ മതാത്മകത വെറുതെയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ചുറ്റും ഒരുപാട് തീവ്രവാദികളും വിപ്ലവകാരികളും വരുന്നത്? അവരൊക്കെ ചിലപ്പോൾ ഏത് സംഘത്തിൻ്റേതാണോ, ഏത് പ്രസ്ഥാനത്തിൻ്റേതായി അവരുടെയൊക്കെ തീവ്രവാദികളായിത്തീരുന്നു. പക്ഷേ അതിൻ്റെ ആത്മീയ ചൈതന്യം ഉള്ളവരായി തീരുമ്പോഴാണ് നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ ഹൃദയവിശുദ്ധിയുള്ളവരായി തീരുക. യേശുനാഥൻ നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ്, ബാഹ്യമായ ആചാരങ്ങളല്ല, ആന്തരികമായ ശുദ്ധിയാണ് നമുക്ക് ആവശ്യം. ആന്തരികമായ വെളിച്ചം ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ വെളിച്ചത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി തീരുമ്പോൾ ഈ സമൂഹത്തിന് മുഴുവൻ നന്മ കൊടുക്കുവാനായിട്ട്, കാഴ്ച കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ബാഹ്യമായ ശുദ്ധി വേണ്ട എന്നല്ല, ബാഹ്യമായ ശുദ്ധി ആവശ്യമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഇത്രമാത്രം ആന്തരികമായ വിശുദ്ധി ആവശ്യമാണെന്ന് യേശുനാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഏതെങ്കിലും വിധത്തിൽ തിന്മയുണ്ടെങ്കിൽ അവയൊക്കെ മാറ്റി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നന്മയിൽ നിലനിൽക്കുവാനായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള തിന്മകൾ അത് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവയൊക്കെ ഞങ്ങളിൽ നീക്കണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം ഏറ്റു പറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൻ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും
മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സഹോദരരെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നാം ഇപ്പോൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സകല ജനങ്ങൾക്കും വേണ്ടി കർത്താവായ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവെ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനെയും മറ്റെല്ലാ സഭാപാലകരെയും അനുഗ്രഹിക്കണമേ. വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിലൂടെ സഭയെ നയിക്കുവാൻ വേണ്ട പരിശുദ്ധാത്മശക്തി നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഉള്ളും ഞങ്ങൾക്കുള്ളതുമെല്ലാം അറിയുന്ന നല്ല ദൈവമേ, അങ്ങയോടുള്ള വിശ്വാസത്തിൽ അചഞ്ചലരായി നിലനിന്നുകൊണ്ട് അധരം കൊണ്ടും ഹൃദയം കൊണ്ടും അങ്ങയെ ഏറ്റുപറയുവാനും അങ്ങയോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും കൂടുതൽ ആഴപ്പെടുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, എല്ലാ യുവജനങ്ങളെയും സമർപ്പിക്കുന്നു. നന്മയ്ക്ക് അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയുടെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് ഉതകുന്ന വിധം സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ആഴമേറിയ വിശ്വാസത്തിൻ്റെയും അടയാളങ്ങളായി മാറുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സൗഖ്യദായകനായ ദൈവമേ, രോഗികളോടും പീഡിതരോടും ആലംബഹീനരോടും അങ്ങ് കാണിക്കുന്ന സവിശേഷമായ സ്നേഹവും പരിഗണനയും രോഗികളായ എല്ലാവരിലും, പ്രത്യേകിച്ച് കൊറോണ എന്ന മഹാമാരിയിൽ ബുദ്ധിമുട്ടുന്ന എല്ലാ സഹോദരങ്ങളിലും ഉണ്ടാകണമെന്നും അങ്ങേ പ്രത്യാശയിൽ ജീവിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവനും പുനരുത്ഥാനവുമായ ദൈവമേ, മരണം മൂലം അങ്ങേ പക്കലേക്ക് യാത്രയായ എല്ലാവരുടെയും, പ്രത്യേകിച്ച് ആരും പ്രാർത്ഥിക്കുവാനില്ലാത്തവരുടെയും മേൽ കരുണ തോന്നണമേ. അവർ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തു പോയ എല്ലാ പാപക്കടങ്ങളും പുറത്ത് നിത്യാനന്ദത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കൊരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനയിൽ നമ്മെ മുറിപ്പെടുത്തിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുവാനായിട്ടുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കാരുണ്യത്തിൻ്റെ ചെവി ചായ്ക്കുകയും അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് അനിവാർന്ന് ശ്രവിക്കുകയും ചെയ്യണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കാഴ്ചകളേകാൻ അൾത്താര മുൻപിൽ കാരുണ്യവാനേ ഞാൻ നിൽപ്പൂ. കാഴ്ചകളോടൊപ്പം മാമകഹൃദയവും കർത്താവേ അങ്ങു സ്വീകരിക്കൂ. കാഴ്ചകളേകാൻ അൾത്താര മുൻപിൽ കാരുണ്യവാനേ ഞാൻ നിൽപ്പൂ. കാഴ്ചകളോടൊപ്പം മാമകഹൃദയവും കർത്താവേ അങ്ങു സ്വീകരിക്കൂ. ആകുലമാകുമെൻ മാനസം നാഥ, അൾത്താര മുന്നിൽ ഞാനേകിടുന്നു. ആകുലമാകുമെൻ മാനസം നാഥ,
വഴികളിൽ അനുദിനം നീങ്ങുന്ന എളിയവൻ എന്നെയും സ്വീകരിക്കൂ. ഇടറുന്ന വഴികളിൽ അനുദിനം നീങ്ങുന്ന എളിയവൻ എന്നെയും സ്വീകരിക്കൂ. കാഴ്ചകളേകാൻ അൾത്താര മുൻപിൽ കാരുണ്യവാനേ ഞാൻ നിൽപ്പൂ. കാഴ്ചകളോടൊപ്പം മാമക ഹൃദയവും കർത്താവേ അങ്ങ് സ്വീകരിക്കൂ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, ഈ ദിവ്യാർപ്പണം ഞങ്ങൾക്ക് എപ്പോഴും രക്ഷയുടെ അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ദിവ്യരഹസ്യത്താൽ അനുഷ്ഠിക്കുന്നത് ശക്തിയാൽ നിറവേറുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി, പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗ കവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടു കൂടെ അങ്ങേക്ക് സ്തുതിഗീതമാലപിച്ച് ഞങ്ങൾ അവിരാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും, നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ, കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ
അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കിയണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടം നൊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവുയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേ പിതാവിനോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. Per ipsum et cum ipso et in ipso esti Deo Patri omnipotendi in unitate Spiritus Sancti omnis honor et gloria per omnia saecula saeculorum. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗത്തിൽ വാഴും
ഞങ്ങൾ തൻ താതാ നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് ഈ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളിപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃകൺപാർത്ത് അങ്ങേ തിരുവിളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ.
സ്നേഹം വച്ചു വിളമ്പും ദിവ്യമുഹൂർത്തമായിതാ. സ്നേഹപിതാവാം ദൈവം നൽകും സ്നേഹമിരുന്നിതാ. സ്നേഹം വച്ചു വിളമ്പും ദിവ്യമുഹൂർത്തമായിതാ. സ്നേഹപിതാവാം ദൈവം നൽകും സ്നേഹമിരുന്നിതാ. തിരുമേനിണമായി മാറിയ തിരുഹൃദയം ഇതാ. തിരുവോസ്തിയായി നമ്മുടെ ഹൃദയത്തിൻ മുൻപിൽ. തിരുമേനിണമായി മാറിയ തിരുഹൃദയം ഇതാ. തിരുവോസ്തിയായി നമ്മുടെ ഹൃദയത്തിൻ മുൻപിൽ. സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം. ഹൃദയത്തിലലിയുമീ ദിവ്യഭോജ്യം. സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം. ഹൃദയത്തിലലിയുമീ ദിവ്യഭോജ്യം. ഈ നിത്യജീവന്റെ മന്ന നൽകിയിടുവാൻ മേനി മുറിവേറ്റ സ്നേഹം. ഈ നിത്യജീവന്റെ മന്ന നൽകിയിടുവാൻ മേനി മുറിവേറ്റ സ്നേഹം. നിത്യമാം രക്ഷ നൽകാൻ നമ്മോട് കൂടെ വാഴാൻ സ്വയം ചെറുതായൊരു സ്നേഹം. നിത്യമാം രക്ഷ നൽകാൻ നമ്മോട് കൂടെ വാഴാൻ സ്വയം ചെറുതായൊരു സ്നേഹം. ആ സ്നേഹമാണീ വിരുന്ന്. സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം. ഹൃദയത്തിലലിയുമീ ദിവ്യഭോജ്യം. സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം. ഹൃദയത്തിലലിയുമീ ദിവ്യഭോജ്യം. നീ സ്വീകരിക്കുമീ പരിശുദ്ധ കൂദാശ. പാപങ്ങൾ മോചിക്കും സ്നേഹം. നീ സ്വീകരിക്കുമീ പരിശുദ്ധ കൂദാശ. പാപങ്ങൾ മോചിക്കും സ്നേഹം. നിന്നിലലിഞ്ഞിടാൻ നിൻ സ്വന്തമായിടാൻ കുർബാനയായൊരു സ്നേഹം. നിന്നിലലിഞ്ഞിടാൻ നിൻ സ്വന്തമായിടാൻ കുർബാനയായൊരു സ്നേഹം. ആ സ്നേഹമാണീ വിരുന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ മേശയുടെ അപ്പത്താൽ പരിഭൂഷിതരായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളിൽ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ ചോദിപ്പിക്കപ്പെടുമ്പോഴെല്ലാം സ്നേഹത്തിൻ്റെ ഈ ഭോജനം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.
മാളിയേക്കൽ ജോസഫിൻ്റെയും മേഴ്സിയുടെ മകൻ ജിതിൻ, ഈടവക പുതിയ വീട്ടിൽ സെബാസ്റ്റ്യൻ്റെയും ലിനറ്റിൻ്റെയും മകൾ മരിയ വോൾഗ എന്നിവർ വിവാഹമായിരിക്കുന്നു. ഈടവക പാലപ്പറമ്പിൽ സാബുവിൻ്റെയും ലതയുടെ മകൻ തോമസ് ജിത്തു, മണലിക്കാട് പള്ളിയിടവക ചെമ്മാശ്ശേരി സേവറിൻ്റെയും ലൂർദിൻ്റെയും മകൾ മരിയ സൽക്കി എന്നിവർ വിവാഹമായിരിക്കുന്നു. ഈ വിളിച്ചിലെ കല്യാണങ്ങൾക്ക് ഏതെങ്കിലും മുടക്കമുണ്ടായിരുന്നാൽ ബഹുമാനയുടെ വികാരിയച്ഛനെ അറിയിച്ചു കൊള്ളണം. നമ്മുടെ ഈ ആഴ്ചയിൽ അറിയിപ്പ്: കോവിഡ് മൂലം അസാധാരണമായ മരണങ്ങളുണ്ടായ സാഹചര്യത്തിൽ നമ്മുടെ പല കുഴികളും 3 വർഷത്തേക്ക് നിലനിർത്തുവാൻ പോലും കഴിയാതെ വരുന്നു. ആയതിനാൽ നമുക്കുള്ള സ്ഥലത്ത് തന്നെ കുറച്ച് പൊതുവായ കല്ലറകൾ പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ സാമ്പത്തിക കാര്യങ്ങൾക്ക് നിങ്ങളെ മാത്രമേ എനിക്ക് ആശ്രയിക്കാൻ കഴിയൂ. നമുക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിലും നിരവധി സന്മനസ്സുള്ളവരുടെ, നമ്മുടെ ഇടവകയിലെയും യൂട്യൂബിലൂടെയും ഒക്കെ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നവരുടെയും സഹായത്താൽ കത്തീഡ്രലിന് അകത്തും പുറത്തുമൊക്കെ കൂടുതൽ മനോഹരമാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതോടൊപ്പം തന്നെ ജോസഫിൻ്റെ കടയിലൂടെ ഏകദേശം 7 ലക്ഷത്തിൽ പരം വരുന്ന പച്ചക്കറികളും ഒക്കെ നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിഞ്ഞു. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ നടക്കുന്നത്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ പൊതുക്കല്ലറകൾ പണിയുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുവാൻ താല്പര്യവും സന്മനസ്സുണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കണം. നാളെ തന്നെ ഇതിൻ്റെ പണി ആരംഭിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ വർഷത്തെ തിരുനാൾ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാൾ ആഘോഷങ്ങൾ സെപ്റ്റംബർ 1-ാം തീയതി മുതൽ ധ്യാനത്തോടെ ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സൗകര്യപ്പെടുന്ന സമയത്താണ് ധ്യാനവും മറ്റ് തിരുക്കർമ്മങ്ങളും തിരുനാൾ ദിനങ്ങളിൽ നടത്തുക. പള്ളിയിലെല്ലാവർക്കും വരാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ യൂട്യൂബിലൂടെയും KCV 593 കഴിയുന്ന എല്ലാവർക്കും പങ്കുചേരാവുന്ന രീതിയിൽ ഇത് നടത്തുമ്പോൾ നമ്മുടെ എല്ലാ കുടുംബങ്ങളും തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഈ തിരുനാൾ ദിവസങ്ങളിലെങ്കിലും നമ്മുടെ കോട്ടപ്പുറത്തുള്ള എല്ലാ കുടുംബങ്ങളും തന്നെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുവാനായിട്ട് ശ്രദ്ധിക്കുക. എന്ന് മാത്രമല്ല, വിവാഹം കഴിഞ്ഞു പോയ നമ്മുടെ മക്കൾക്കൊക്കെ ആ ലിങ്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തോടു കൂടി ഈ തിരുക്കർമ്മങ്ങളിൽ എല്ലാവരും സജീവമായിട്ട് പങ്കുചേരുവാനായിട്ട് പരിശ്രമിക്കുക. നമുക്ക് അതിനുവേണ്ടി തന്നെ ഇനിയും വാട്സപ്പ് ഗ്രൂപ്പ് തയ്യാറാക്കാത്ത കുടുംബ യൂണിറ്റുകൾ എത്രയും വേഗം വാട്സപ്പ് ഗ്രൂപ്പ് തയ്യാറാക്കണമെന്നും ലിങ്ക് അയച്ചു കൊടുക്കുവാനായിട്ട് ശ്രമിക്കണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. ധ്യാന സമയം സെപ്റ്റംബർ 1, 2, 3 തീയതികളിൽ വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ. നമ്മൾ ഈ വർഷവും തിരുനാൾ കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് ബാഹ്യമായ ആഘോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആത്മീയമായ ആഘോഷമായി തീർക്കുവാനാണ് ശ്രമിക്കുന്നത്. അതിനായി ക്രിസ്ത്യാനിമാരും വളരെ താല്പര്യത്തോടെ കൂടെ നിൽക്കുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തിയിലൂടെയും പള്ളിയിലേക്ക് കിഴക്കേ ഗേറ്റ് സ്മാരകമായി പണിത് നൽകിയും കൂടാതെ തിരുനാളിന് ഒരുക്കമായി ദേവാലയത്തിന് ഒരുക്കുന്ന ദീപാലങ്കാരങ്ങൾ വളരെ കുറഞ്ഞ രീതിയിൽ സ്വന്തമായി തന്നെ ചെയ്ത് പള്ളിക്ക് സ്ഥിരം സംവിധാനമായി നൽകുന്നതിന് ക്രിസ്ത്യാനിമാർ കാണിക്കുന്ന താല്പര്യം ശ്ലാഘനീയമാണ്. അവരെ അഭിനന്ദിക്കുന്നു. ഇതൊരു നല്ല കീഴ്വഴക്കമാണ്. ബാഹ്യമായ ചടങ്ങുകൾക്ക് കുറവ് വരുത്തി ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകി നല്ല രീതിയിൽ ഈ തിരുനാൾ നടത്തുവാൻ ദൈവം നമ്മേവരെയും നിങ്ങളെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ അടുത്ത വർഷത്തെ തിരുനാൾ ആഘോഷിക്കുന്നതിന് ക്രിസ്ത്യാനിമാരാകുവാൻ താല്പര്യമുള്ളവർ ഈ ആഴ്ചയിൽ തന്നെ എൻ്റെ അടുക്കൽ വന്ന് പേര് നൽകുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ജോസഫിൻ്റെ കടയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭാവന നൽകിയവർ ജെയ്സൺ ജോർജ് കല്ലറക്കൽ 2500 രൂപ, പൗളി തൃശ്ശൂരിൽ നിന്നും 3000 രൂപ. ഇവർക്ക് 2 പേർക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണം ഇവരുടെയും കുടുംബത്തിൻ്റെയും മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാളിനോട് അനുബന്ധമായ കലാപരിപാടികളുടെ വീഡിയോ പെൻ ഡ്രൈവായിട്ട് ഈ ദിവസങ്ങളിൽ തന്നെ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ധ്യാനത്തിന് ഒരുക്കമായുള്ള വാർഷിക ധ്യാന ഒരുക്ക പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാളിന് അനുബന്ധമായി ഞങ്ങളുടെ ഇടവകയിൽ നടക്കുവാൻ പോകുന്ന പരിശുദ്ധാത്മാഭിഷേക ധ്യാനത്തെയും വിടുതൽ ശുശ്രൂഷയെയും സമർപ്പിക്കുന്നു.
അവസാന നാളുകളിൽ എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്നരുൾ ചെയ്ത ദൈവമേ, ലോകം മുഴുവൻ്റെ മേലും അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സ്ത്രീഹന്മാർ ധീരതയോടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചതുപോലെ ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലും ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുവാൻ ഇടവമക്കളായ ഞങ്ങളെയും ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസ സമൂഹത്തെയും കനിഞ്ഞ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വാർഷിക ധ്യാനത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അലോഷ്യസ് കുളങ്ങര അച്ഛനെയും ഹോളി സ്പിരിറ്റ് മിനിസ്ട്രിയെയും എല്ലാ ശുശ്രൂഷകരെയും ഈ വർഷത്തെ തിരുനാളിന് നേതൃത്വം നൽകുന്ന പ്രസിദ്ധന്മാരെയും കുടുംബങ്ങളെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ഓർക്കുക, ഇന്നത്തെ ദിവസം നമ്മുടെ ചിന്ത, നമ്മുടെ ഹൃദയങ്ങളൊക്കെ വിശുദ്ധീകരിക്കണമെന്നാണ്. ബാഹ്യമായ ശുദ്ധിയോടുകൂടി ആന്തരികമായ ശുദ്ധിയുള്ളവരായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുമെന്ന്. എല്ലാ സമാശ്വാസത്തിൻ്റെയും ദൈവം നിങ്ങളുടെ ദിനങ്ങൾ തൻ്റെ സമാധാനത്തിൽ ക്രമപ്പെടുത്തുകയും തൻ്റെ അനുഗ്രഹത്തിന് ദാനം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും എപ്പോഴും മോചിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ തൻ്റെ സ്നേഹത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദാനങ്ങളാൽ സമ്പന്നരാകുവാനും സത്പ്രവർത്തികൾ വ്യാപൃതരായി ഈ ലോകജീവിതം നയിക്കുവാനും സന്തോഷത്തോടെ നിത്യജീവിതത്തിൽ എത്തിച്ചേരുവാനും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ.